ഭാവമാറ്റങ്ങളൊക്കെ അച്ഛൻ്റെ അതേ രീതിയിൽ തന്നെ കിട്ടിയിരുന്നു. പിന്നെ ഇടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ലാലേട്ടൻ്റെ ഇടി തന്നെ തകർക്കണമുണ്ട്. സൂപ്പറായിരുന്നു. വിസ്മയുടെ പ്രകടനം ഇപ്പോഴത്തെ കാലത്ത് നടക്കണ ഒരേ സംഭവങ്ങളെ കുറിച്ചൊക്കെ പറയണത് നല്ല ഇതായിരുന്നു, നല്ല സിനിമയായിരുന്നു. ഏറ്റെടുത്തു. ശരി, നല്ലതായിരുന്നു. 10-ാം ദിവസവും മികച്ച പ്രതികരണങ്ങളോട് പ്രതീക്ഷിക്കുന്നു. മോളും കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. വില്ലനൊക്കെ ഞെട്ടിച്ചോ? നല്ല നല്ല മൂവിയായിരുന്നു. മോഹൻലാലിൻ്റെ മോളുടെ തുടക്കമല്ലേ, അത് നല്ലൊരു രീതിയിൽ അത് തുടങ്ങിയിട്ടുണ്ട്. അത് ഭാവിയിൽ മികച്ച രീതിയിലുള്ള പ്രകടനം കാണാം, ഇനിയും കാണാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്നു. മെസ്സേജൊക്കെ എങ്ങനെയുണ്ട്? തെറ്റില്ല. ഇപ്പം ഇന്ന് നടക്കുന്ന സാഹചര്യത്തിൽ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളാണല്ലോ, അതിനെക്കുറിച്ചുള്ള ഒരു മെസ്സേജാണല്ലോ. അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല രീതിയിൽ പടം മൂവാവും എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ എല്ലാവരും പറഞ്ഞു കേട്ടപ്പോൾ മോഹൻലാലിൻ്റെ മോൾ ഇത്രക്ക് വരുന്ന ഉറപ്പില്ലുണ്ട്. അതല്ല, സൂപ്പറാണ്. അച്ഛനും മോളും. അതായത് പറയണത് വെച്ചാൽ ഭാവമാറ്റങ്ങളൊക്കെ അച്ഛൻ്റെ അതേ രീതിയിൽ തന്നെ കിട്ടിയിരുന്നു. പിന്നെ ഇടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ലാലേട്ടൻ്റെ ഇടി തന്നെ തകർക്കണമുണ്ട്. അതിപ്പം പ്രണവായാലും മകളായാലും നല്ല മോളാണ്. അത് സന്തോഷം. സിനിമ അടിപൊളിയാണ്. അടിപൊളിയെന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ എന്താ പറയുക, അതല്ലേ പറയണത്, നല്ല മോളാണ്, എല്ലാം കൊണ്ടും സൂപ്പർ. കഥ മെസ്സേജ് പറയണത് ഇപ്പം നമ്മുടെ ട്രെയിനിൽ പീഡിപ്പിക്കപ്പെട്ട സൗമ്യ, പിന്നെ ഇങ്ങനെ നടക്കണ കുറേ ഇതുങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരെ കുറിച്ചൊരു മെസ്സേജ് ഉണ്ടെങ്കിൽ സന്ദേശമുണ്ട്. അത് കാണുമ്പോൾ മനസ്സിലാക്കാമല്ലോ. അതിപ്പോൾ ആയുധനകല പഠിപ്പിക്കണമല്ലോ. അവരിപ്പോൾ പെണ്ണുങ്ങൾക്ക് ഇപ്പോൾ ഭൂരിഭാഗം അറിയാമല്ലോ. അത് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. പക്ഷെ അത് നല്ലൊരു മോളാണത്. നല്ലൊരു മോളും സാധുവായ ഒരു കൊച്ചാണ്. സന്തോഷമായി. കൊള്ളായിരുന്നു, നല്ല സിനിമയാണ്. ലേഡീസിനൊക്കെ ഒരു ഇൻസ്പിറേഷൻ കിട്ടുന്ന പോലത്തെ മൂവീസാണ്. നമുക്ക് നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ പറ്റുന്ന നല്ല മൂവി. ഇപ്പോൾ 10-ാം ദിവസവും സിനിമ ഭയങ്കര പ്രതികരണങ്ങളോടെ മുന്നേറുവാണ്. ഇപ്പോൾ മോഹൻലാലിൻ്റെ മോളുടെ പ്രകടനമൊക്കെ കൊള്ളായിരുന്നു, നന്നായിട്ടുണ്ട്. ലാലേട്ടനും സൂപ്പറായിരുന്നു, മോളും കൊള്ളാം. അതുപോലെ നെഗറ്റീവ് കഥാപാത്രം ചെയ്ത ശരിക്കും പേടിച്ചു പോകും. നമ്മൾ ആ ഒരാളെ ഇരുട്ടത്ത് കാണുമ്പോഴത്തേക്കും ശരിക്കും നമുക്ക് പേടി തോന്നും. മനസ്സിലായി, സെയിം ഫേസ് കട്ട് ഉണ്ട്. ബട്ട് ആളെ കാണുമ്പോൾ നമുക്ക് ശരിക്കും ആ ഒരു ലൈറ്റ്നിങ്ങിലൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കരമായിട്ട് പേടിയാവും. നൈറ്റിലൊക്കെയാണല്ലോ ഷൂട്ട് ചെയ്തത്. അതാണ്, അതുകൊണ്ട് ടോട്ടലി എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ല മൂവിയാണ്. കുഴപ്പമില്ല. ചേട്ടാ അവർ രണ്ടു പേർക്ക് ഓർത്തിട്ടോ? എങ്ങനെയുണ്ട് ചേച്ചി? എങ്ങനെയുണ്ടായിരുന്നു? ഫാമിലിയായിട്ട് കാണുമ്പോൾ എങ്ങനെയുണ്ട്? സൂപ്പറാ.